ഞങ്ങളുടെ ക്ലബിന്റെ നോമ്പറിന്റെ അവിടേക്ക് പോലീസ് എന്തിനാ വന്നതെന്ന് അറിയണമെങ്കിൽ വീഡിയോ ഫുള്ള് കണ്ടോളി. അപ്പൊ ഗൈസ്, ഇന്ന് നമ്മളെ ക്ലബിന്റെ കീഴിലുള്ള സമൂഹ നോമ്പറയാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ക്ലബും പരിസരമൊക്കെ വൃത്തിയാക്കണാണ് ഈ കാണുന്നത്. ഫുഡിന്റെ പരിപാടികളൊക്കെ തകൃതിയായിട്ട് നേരത്തെ തന്നെ തുടങ്ങിക്കണു. അല്ല, വെച്ച കോഴിന്റെ മണം. ഇതെന്താണെന്ന് അറിയാം നിങ്ങൾക്ക്? അയ്യോ, ഇതല്ല, ഇതാണ് ഞാൻ പറഞ്ഞത്. മുന്തിരി ജ്യൂസ് ഉണ്ടാക്കാനുള്ള എളുപ്പവഴി കേട്ടോ. മുന്തിരി പുഴുങ്ങിയിട്ട് പിഴിഞ്ഞെടുത്താൽ മതി. ഇളക്കാനല്ലെങ്കിൽ ഇപ്പൊ നല്ല ഉസാറാണ്. സാധനങ്ങൾ വാങ്ങിക്കൊണ്ടല്ലാണ് ഞങ്ങൾ രണ്ടാളും പണി. ചെമ്പുകൾ രണ്ടും റെഡി ആയിട്ടുണ്ട്. ഇതേ ഈ മൂന്നാമത്തെ കുട്ടിച്ചമ്പാണ് സ്പെഷ്യൽ. ഇതേ സജീവൻ കമ്മിറ്റി എല്ലാ കാര്യങ്ങൾക്കും സജീവമായിട്ട് തന്നെ ഉണ്ട് കേട്ടോ. പക്ഷെ ഇതിലൊരു ഉടായ്പുണ്ട് ഞാൻ കാണിച്ചത്. ദേ ഇവൻ ഇപ്പൊ എന്തിനാണ് ഇമ്മ കൈയ്യക്കണെന്ന് എനിക്കൊരു ഐഡിയ കിട്ടിയില്ലേ. എന്തായാലും എനിക്കല്ല ഭാവി. ഞാൻ ആദ്യം വിചാരിച്ച ഇവരെന്താ ഈ സർബത്തിലിട്ടിട്ട് മുന്തിരി കഴിക്കണെന്ന്. പിന്നീട് കാര്യം മനസ്സിലായത് മുന്തിരിമത്തെ കെമിക്കൽ പോകാൻ വേണ്ടിയിട്ട് അത്ര മഞ്ഞപ്പൊടിയിലിട്ട് വെക്കണത്. ഇതുകൊണ്ടൊന്നും തീർന്നില്ല. ഇനി പല പല ചീപ്പ് ട്രിക്കുകൾ എന്റെ കയ്യിലുണ്ട്. അപ്പൊ ഈ ആത്മാർത്ഥത വീഡിയോ എടുക്കാൻ വേണ്ടിട്ടല്ലാന്ന് ഇപ്പൊ മനസ്സിലായില്ലേ. സമവാത്തും പാടേണ്ടി വരും എന്നുള്ള പേടിയിലാണ് ഇപ്പൊ നിൽക്കുന്നത്. കാറ്റും മഴയും വരുന്നോണ്ടിട്ട് എന്ത് ചെയ്യണം എന്ന് ആലോചിച്ച് അന്തം വിട്ട് കാണല്ല. മഴയാണ് എന്താ ഉള്ളത്. പന്തലിട്ട് തുടങ്ങി. ആ കാറ്റത്ത് ചെമ്പട് പൊട്ടിച്ചേക്ക് ഇന്റെ പൊന്നോ ഒരു മണണ്ട് വന്നിട്ട് ചെമ്പിന്റെ ചുറ്റും പിന്നെ ആളായിരുന്നു. ഓടി നടന്ന് പണിയെടുക്കാണ് നമ്മളെ സാപ്പി. തൂക്കുപാത്രത്തിൽ ആ സലാഡായിട്ട് വേണം. തൂക്കുപാത്രത്തിൽ പിന്നെ ബിരിയാണി ഉണ്ടാൻ പറ്റില്ലല്ലേ. ഇതാണ് കുത്തു ബിരിയാണി. നോമ്പറക്കാനൊക്കെ 10 മിനിറ്റ് ഉള്ളൂ. എല്ലാ അറേഞ്ച് ചെയ്യുന്ന ഓട്ടത്തിലാണ് എല്ലാവരും. ബാങ്കോടത്തേക്ക് നമ്മളെ സജീവൻ കമ്മിറ്റി ചെക്കന്മാരൊക്കെ പാടെ അവിടെ സൈഡിൽ നോമ്പറക്കുന്നുണ്ട്. മഴ ആയതുകൊണ്ട് തന്നെ 4 നമ്മുടെ ഫുഡേക്കാൾ സെറ്റ് ചെയ്തിരുന്നത്. ഏകദേശം 600 ആളുകളും നമ്മുടെ നോമ്പറക്ക് പങ്കെടുത്തു. ദേരിക്കുണിന്റെ വൈറൽ വാ. അപ്പൊ പോലീസുകാർ വന്നിന്ന് നമ്മളെ നോമ്പറക്ക് വേണ്ടിയിട്ടായിരുന്നു. നമ്മളെ ക്ഷണം സ്വീകരിച്ച് അവരോട് എത്തിയാലും നമുക്ക് ഒരുപാട് സന്തോഷം. ആർക്കതിൽ നോമ്പില്ലാത്തതെന്ന് വെച്ചപ്പോഴാണ് ഓൻ കൈ ഒന്നിച്ച്. അപ്പൊ നമ്മളെ നോമ്പറക്ക് പങ്കെടുത്ത് സഹകരിച്ച എല്ലാവർക്കും നമ്മള് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നുണ്ട്.